പതിവ് പോലെ കിറ്റൻ താൻ എന്നും ഇരിക്കാറുള്ള മുട്ടുപല്ലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ജാക്കി കിച്ചൺ സ്ലാബിന് താഴെയുള്ള അറയിൽ കയറി എലിയോ പാറ്റയോ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. ഒന്നിനും കാണാൻ പറ്റിയില്ല. മടങ്ങാം. ജാക്കി അറയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. എന്തെങ്കിലും ഭക്ഷിക്കണം, അതിനെന്തെങ്കിലും ശരിയായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ജാക്കി. അവൻ പതുക്കെ കെറ്റിൻ്റെ അടുത്തേക്ക് നടന്ന്, എടാ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ, എത്ര സമയം കാത്തിരിക്കണമെന്നറിയില്ല എന്ന് കുശലം പറഞ്ഞതിന് ശേഷം പതുക്കെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയാണ്. ഭാര്യയാകട്ടെ ഇന്ന് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങളുടെ തിരക്കിലാണ്. അതുകൊണ്ട് ജാക്കിയും കെറ്റിനെയും ഗവനിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് എന്താണാവോ പ്രഭാത ഭക്ഷണം എന്നുള്ള അന്വേഷണത്തിനൊടുവിൽ ഞാൻ കണ്ടെത്തി. കടലക്കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചപ്പാത്തി തന്നെയായിരിക്കും. ചപ്പാത്തിയും കടലക്കറിയും അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെയാണ്. കടലക്കറി വയ്ക്കാനായി കുക്കറിൽ അത് അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അല്പം ഉപ്പിട്ട് ഗോതമ്പ് മാവിൽ അത് മാവ് രൂപപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ് ഭാര്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയും. അത് കടലക്കറിയിൽ നല്ലപോലെ ഡാൽഡ ഇട്ട് വെക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ജാക്കി തൻ്റെ യജമാനത്തിയുടെ കാൽ കീഴിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പുറത്ത് സൂര്യകിരണങ്ങൾ ശക്തി പ്രാപിച്ചു വരികയാണ്. തൊട്ടപ്പുറത്തുള്ള കോൺവെൻറ്റിൽ നിന്നും പ്രഭാത പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാം. തലേന്ന് മഴ പെയ്തിട്ടുണ്ട്. റോഡെല്ലാം നനഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാലും ചെറിയ തോതിൽ ഒരു തെളിമയുണ്ട്. ഭാര്യ ചപ്പാത്തി മാവ് കുഴച്ച് അവസാന ഘട്ടത്തിലാണ്. ജാക്കി പഴയതുപോലെ യജമാനത്തിയുടെ കാൽ കീഴിൽ കിടക്കുന്നുണ്ട്. ഇന്ന് എന്താണ് ഭക്ഷണം കിട്ടുക എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ജാക്കി. എപ്പോൾ കിട്ടും അത് മാത്രമേ അവൻ അറിയേണ്ടൂ. ജാക്കിയും കിട്ടനും രണ്ടുപേരും അക്ഷമരായിട്ടിരിക്കുക. എന്തെങ്കിലും കിട്ടുമായിരിക്കും ഉടൻ തന്നെ. എൻ്റെ മകളാകട്ടെ കടലക്കറിക്ക് വേണ്ടുന്ന സവാളയും പച്ചമുളകും എല്ലാം നുറുക്കുന്ന തിരക്കിലാണ്. ഭാര്യ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത് കാനഡയുടെ ആകൃതിയിലാണ് ചപ്പാത്തിയുടെ രൂപം. ഇന്നലെ അത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. പല ദിവസവും പലതരത്തിലുള്ള ഭൂപടങ്ങളുടെ രൂപത്തിലായിരിക്കും ചപ്പാത്തി. എന്നിരുന്നാലും അത് പൊള്ളിച്ചെടുക്കുന്നതിൽ വിദഗ്ധയാണ് ഭാര്യ. അല്ല, നമുക്കിപ്പോൾ ആകൃതിയിൽ എന്തിരിക്കുന്നു, അതിൻ്റെ ടേസ്റ്റിലുള്ള കാര്യം. അത്രയും ഞാനും വിചാരിക്കുന്നുള്ളൂ. ചപ്പാത്തി ഒരുവിധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കടലക്കറി അത് എണ്ണയൊഴിച്ച് കാച്ചുന്ന തിരക്കിലാണ്. ആവശ്യത്തിനുള്ള പച്ചമുളകും സവാളയും തക്കാളിയും എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് അതിനെ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. കടല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്താകട്ടെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. കടലക്കറി കിട്ടിയിട്ട് വേണം എനിക്ക് പ്രാതൽ കഴിക്കാനായിട്ട്. ആവശ്യത്തിന് സവാളയും പച്ചമുളകും എല്ലാം ആ വെളുത്തുള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. എപ്പോഴാണ് കാലാവസ്ഥ മാറുക എന്നറിയില്ലല്ലോ. ഏത് കാലാവസ്ഥയിലും
മഴ ഇപ്പോൾ കേരളത്തിൽ സ്ഥിരം അതിഥിയായി തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ പോരായ്മ വന്ന തക്കാളിയും കൂടി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കേരളത്തിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ദിനം പ്രതിന്നോണം കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരിക. മാസ്ക് ഉണ്ടായിട്ടും എന്താ കാര്യം? രോഗികൾ ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിലേക്ക് കടക്കുന്ന ഒരവസ്ഥയാണ്. എന്താണ് ഇതിന് കാരണം? ശരിയായ സാമൂഹിക അകലം പാലിക്കാതെ തന്നെ. അതിനെ നമ്മൾ പൊതുജനങ്ങളെ തന്നെ കുറ്റം പറയേണ്ടതുള്ളൂ, അല്ലേ? ഭാര്യ പതിവ് പോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കടലക്കറി കാച്ചുവാനുള്ള തിരക്കിലാണ്. ആവശ്യത്തിന് വേണ്ടുന്ന ചേരുവകളെല്ലാം അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ജാക്കിയും കിട്ടുപൂച്ചയും അക്ഷമരായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവർ മാത്രമല്ല കേട്ടോ, ഇവർ അടുക്കളയിൽ വസിക്കുന്ന അന്തേവാസികളാണ്. ഇനി വീടിന് പുറത്ത് താമസിക്കുന്ന 3 പൂച്ചകൾ വേറെയുമുണ്ട്. ഇവർക്കെല്ലാവർക്കുമുള്ള ഭക്ഷണം ഭാര്യയുടെ ചുമതലയായി. ഇവരെല്ലാവരും പല സമയത്തായിട്ട് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിച്ചേർന്നവരാണ് കേട്ടോ. അതിഥിയായി കഴിഞ്ഞാൽ പിന്നെ അവർ പോവാൻ വിഷമം. കാരണം ഭാര്യ അത്രത്തോളം വാത്സല്യത്തോടെയാണ് അവയെ പരിപാലിക്കുന്നത്. ഇപ്പോൾ കിട്ടുവിനും ജാക്കിക്കും പിന്നെ കൊച്ചു കിട്ടുവും കൂടി ഉണ്ട്. അങ്ങനെ 3 പേർക്കും അവരവരുടെ പ്ലേറ്റുകളിൽ അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പ്ലേറ്റുകളിലാണ് ഭക്ഷണം. കൊച്ചു കിട്ടുവിന് ചെറിയ പാത്രത്തിലും കിട്ടുവിന് കുറച്ച് വലുപ്പം കൂടിയ പാത്രത്തിലും ജാക്കിക്ക് അതിൽ വലിയൊരു പാത്രത്തിലാണ് ഭക്ഷണം. 3 പേരും വിസ്തരിച്ച് അവർക്കുള്ള ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ചോറും അതുപോലെ തന്നെ മീൻ കറിയും, ഇതാണ് അവരുടെ കാലത്തെ ഭക്ഷണം. ഭാര്യ വീടിന് പുറത്ത് താമസിക്കുന്ന പൂച്ചകൾക്കുള്ള ഭക്ഷണമായി വരാന്തയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ 3 അന്തേവാസികൾ ഇപ്പോൾ ഉണ്ട്. ഇവരുടെ എല്ലാം അമ്മയുണ്ട്. ആൾ വല്ലപ്പോഴൊക്കെ ഇവിടെ സന്ദർശിക്കാറുള്ളൂ കേട്ടോ. ഇനി ഞാൻ പ്രാതൽ കഴിക്കാൻ പോവുകയാണ്. അവിടെ കടലക്കറിയും ചപ്പാത്തിയും ഉണ്ട്. ഇനി ഞാനത് കഴിക്കട്ടെ. നാളെ കാണാം.